ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദളപതിയുടെ ജനനായകൻ സിനിമയെ പറ്റിയാണ്. ജനനായകൻ ദളപതിയുടെ അവസാനത്തെ സിനിമ എന്ന് പുള്ളി തന്നെ കൺഫേം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമോ, വീണ്ടും പടങ്ങൾ ചെയ്യുമെന്നോ അറിയത്തില്ല. ജനുവരി 9 പടത്തിന്റെ റിലീസ്, അതായത് മറ്റന്നാൾ. റിലീസിന് ഇനി ഒരേ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനോടകം തന്നെ പടത്തിന്റെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനും നിങ്ങളും എല്ലാവരും പടത്തിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ജനുവരി 9 പടത്തിന്റെ ഫസ്റ്റ് ഡേ പ്രീസെയിൽ തന്നെ 50 കോടി കഴിഞ്ഞിരുന്നു. വീക്കെൻഡ് 80 കോടിയും. വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഇങ്ങനെ ഒരു ലോഹൈപ്പ് റീമേക്ക് പടം വെച്ച് വിജയ് തൂക്കിയത്. ഇവിടെ തൊട്ടപ്പുറത്ത് അതേ ദിവസം തന്നെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പ്രഭാസിന്റെ രാജാസാബ് ഉണ്ട്. അത് 10 കോടിയിലും കഴിഞ്ഞിട്ടില്ല. അതിന്റെ അത്ര വലിയ റിലീസോ സ്ക്രീൻസോ ഒന്നും ഇല്ലാതിരുന്നിട്ട് കൂടിയാണ് അതിന്റെ 5 മടങ്ങിൽ ജനനായകൻ തൂക്കിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പതിവ് പരിപാടി തന്നെ. ഒരു വിജയ് സിനിമ റിലീസ് ആകുമ്പോൾ മാത്രം വിരകടി ശല്യം കൂടി വരുന്ന കുറച്ച് ടീമുണ്ട്. അവരെല്ലാരും കൂടെ ഒരു അടിപൊളി അടി കൊടുത്ത് പടത്തിനെ അങ്ങ് ഉറക്കി. ജനനായകൻ ജനുവരി 9 റിലീസ് ഇല്ല. അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അറിയാലോ, ജനനായകൻ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിരുന്നെങ്കിലും മുഴുവനായിട്ടുള്ള ബുക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയുടെ കാര്യമുള്ളൂ. പടത്തിന്റെ റിലീസിന് ഇനി വെറും ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അവരവസാനം വരെ മാക്സിമം പൊരുതിയിട്ടും കോടതി കനിഞ്ഞില്ല. ഇനി നാളെ അനുകൂലമായിട്ട് വിധി കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം കൈവിട്ട് പോയി, സമയം കഴിഞ്ഞു. പടത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് മാരക വയലൻസ് തന്നെയാണ്. രക്തരൂക്ഷിതമായ ഫൈറ്റുകൾ, ജാതീയ വർഗീയപരമായ പരാമർശങ്ങൾ എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ US സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷേ അവസാന നിമിഷം A സർട്ടിഫിക്കറ്റിന് അവർ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് നൽകിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പടം A സർട്ടിഫൈഡ് ആണെന്നും പറഞ്ഞ് ഒഫീഷ്യൽ ട്രാക്കേഴ്സ് വരെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷെ കോടതി വിധി വീണ്ടും മാറ്റിയത് വീണ്ടും പണിയായി. ജനുവരി 9 അതായത് റിലീസിന്റെ അന്നാണ് അന്തിമ വിധി എന്നൊക്കെ പറയുന്നു. ഇനി നമുക്ക് ഇതിന്റെ റൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 15 മുമ്പ് പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഡിസംബർ 18 പടം സെൻസർ ബോർഡിന് അയച്ചു. അങ്ങനെ സെൻസർ ബോർഡ് പടം കണ്ടിട്ട് UA തരണമെങ്കിൽ ചില സീനുകളും സംഭാഷണങ്ങളും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നിർമ്മിതാക്കൾ അത് അംഗീകരിച്ചു. പറഞ്ഞ പോലെ മാറ്റങ്ങളെല്ലാം വരുത്തി ഡിസംബർ 24 പടം വീണ്ടും ബോർഡിന് അയച്ചു. എന്നാൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും സെൻസർ ബോർഡ് 10 ദിവസമായിട്ട് പ്രതികരിച്ചിട്ടില്ല. അതായത് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ജനുവരി 9 റിലീസ് ആവേണ്ട പടത്തിന് 28 കട്ട് ചെയ്തിട്ടും സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് നിർമ്മിതാവ് കോടതിയിൽ പോകുന്നത്. ഈ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയോ? പടത്തിൽ മതപരമായി ബന്ധപ്പെട്ട ചില സീനുകൾ ഉണ്ടെന്ന് പരാതി ലഭിച്ചത് കാരണമാണ് ഇത് നൽകാത്തതെന്നാണ്. എന്നാൽ ആര് പരാതി നൽകിയെന്നോ തെളിവുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. ഇതുവരെ ഈ സിനിമ കണ്ടത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യൻസും പടത്തിലെ ചില ആൾക്കാരും സെൻസർ ബോർഡ് കമ്മിറ്റി മാത്രമാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഈ പടത്തെ പറ്റി അറിയാൻ സാധ്യതയില്ലെന്നാണ് നിർമ്മിതാക്കൾ പറയുന്നത്. അങ്ങനെ ഈ കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ടും സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തത്. ആദ്യം വയലൻസിൽ കയറി പിടിച്ചു, അത് കട്ട് ചെയ്തപ്പോ ഇപ്പോ ഇതിൽ കയറി പിടിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാലോ? ഇതൊരു വിജയ് സിനിമയാണ്. ഈ കലിപ്പിൽ ഇതൊക്കെ ഒരു ചലഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഒരു പടം എടുത്ത് ഇറക്കി കാണിച്ചു കൊടുക്കണം. അല്ലാതെ അവനെ നിർത്തി പോവല്ലേ വേണ്ടത്. പിന്നെയും ഒരു പരമാവധി ഇത് വിജയ് തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണ്. പണ്ടേ ശത്രുക്കളുണ്ട്, അതിന്റെ കൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ചുറ്റുമുള്ള എല്ലാവരെയും ശത്രുക്കളാക്കി അവരുടെ മണ്ടയ്ക്ക് അടിയൊടുക്കുന്ന പരിപാടികളാണ് ഈ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നില്ലെങ്കിലേ ഉള്ളൂ. പിന്നെ ഈ പുള്ളിക്ക് ഒടുക്കത്ത ധൈര്യമാണ്, ആരും പേടിയില്ല. പണ്ട് മെർസൽ ടൈമിൽ നാഷണൽ ലെവലിൽ പ്രഷർ വന്ന് വധഭീഷണി മുഴക്കിയപ്പോ അന്ന് രാത്രി മീശ പിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ FB-യിലും ട്വിറ്ററിലും ഇട്ട് ആ ലെവല് മുതല. ഇനി ഇതല്ല, ഇതിനപ്പുറം വന്നാലും അങ്ങേര് പണം ഇറങ്ങും. പുതിയ റിലീസ് ഡേറ്റ് ഉടനെ വരും. മിക്കവാറും അടുത്ത ആഴ്ച ആയിരിക്കും, 14 അല്ലെങ്കിൽ 15. അപ്പൊ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം.